തിങ്കളാഴ്ച ഓഹരി വിപണി തുറക്കുമ്പോൾ ഇന്ത്യൻ നിക്ഷേപകരുടെ നെഞ്ചിടിപ്പ് കൂട്ടുന്ന വാർത്തകളാണ് അമേരിക്കയിൽ നിന്ന് പുറത്തു വരുന്നത്. റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്ന ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് മേൽ 100% വരെ കടുത്ത നികുതി ചുമത്താനുള്ള സാങ്ഷൻ ബിൽ അമേരിക്കൻ സെനറ്റ് പാസാക്കിയതോടെ വിപണി വീണ്ടും വലിയൊരു ആശങ്കയുടെ മുൾമുനയിലായിരിക്കുകയാണ്. ഇത് തിങ്കളാഴ്ച നമ്മുടെ ഷെയർ മാർക്കറ്റിനെ വീണ്ടും തകർച്ചയിലേക്ക് തള്ളിവിടുമോ? റിലയൻസ്, BPCL തുടങ്ങിയ എണ്ണ കമ്പനികളുടെയും കയറ്റുമതി മേഖലയും നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങളെയും ഇത് എങ്ങനെ ബാധിക്കും? GTRI, കേരേജ് എന്നീ പ്രമുഖ റിസർച്ച് സ്ഥാപനങ്ങളുടെ ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ ആധാരമാക്കി നമുക്ക് ഈ വീഡിയോ പരിശോധിക്കാം. ലിൻസെ ഒ ഗ്രഹാം സാങ്ഷനിങ് റഷ്യ ആൻഡ് ഇറാൻ ആക്ട് 2026 എന്ന് പേരിട്ടിരിക്കുന്ന ഈ പുതിയ അമേരിക്കൻ ഉപരോധ ബിൽ 86-11 എന്ന വമ്പൻ ഭൂരിപക്ഷത്തോടെയാണ് US സെനറ്റ് പാസാക്കിയത്. റഷ്യൻ എണ്ണയുടെ പ്രധാന ഉപഭോക്താക്കളായ ഇന്ത്യ, ചൈന, അസർബൈജാൻ, ഹംഗറി, സ്ലോവാക്യ എന്നീ 5 രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് മേൽ 100% വരെ അധിക താരിഫ് ചുമത്താൻ അമേരിക്കൻ ഭരണകൂടത്തിന് അധികാരം നൽകുന്നതാണ് ഈ നിയമം. ഓഗസ്റ്റ് 31 അമേരിക്കൻ ജനപ്രതിനിധി സഭ വീണ്ടും സമ്മേളിക്കുമ്പോഴാണ് ഇതിൽ അന്തിമ തീരുമാനമുണ്ടാകുക എങ്കിലും വിദേശ നിക്ഷേപകർക്കിടയിൽ ഇത് വൻ പരിഭ്രാന്തിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ ആകെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ 30%-ലധികവും റഷ്യയിൽ നിന്നാണ് എത്തുന്നത്. ഏകദേശം $40.8 ബില്യൺ. ജൂലൈ മാസത്തിൽ ഇത് 50%-ഓളം ഉയർന്നിരുന്നു. ഒരു വേള അമേരിക്ക ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് മേൽ 100% താരിഫ് ചുമത്താൻ തീരുമാനിച്ചാൽ അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്ന ഇന്ത്യൻ ടെക്സ്റ്റൈൽസ്, ഫാർമസ്യൂട്ടിക്കൽസ്, എഞ്ചിനീയറിംഗ് സാധനങ്ങൾ, ഓട്ടോ ഘടകങ്ങൾ എന്നിവയുടെ വില കുത്തനെ കൂടും. ഇത് ഇന്ത്യയുടെ കയറ്റുമതി മേഖലയ്ക്ക് വൻ തിരിച്ചടിയാകുമെന്ന് GTRI വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. മറുവശത്ത് പ്രമുഖ റേറ്റിംഗ് ഏജൻസിയായ കേരേജ് നൽകുന്ന മുന്നറിയിപ്പ് കൂടുതൽ ഗൗരവകരമാണ്. അമേരിക്കയുടെ ഈ 100% താരിഫ് ഭീഷണി കാരണം ഇന്ത്യ റഷ്യയിൽ നിന്ന് വില കുറഞ്ഞ എണ്ണ വാങ്ങുന്നത് പെട്ടെന്ന് കുറയ്ക്കാൻ നിർബന്ധിതരായാൽ ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണയുടെ വിതരണം വൻതോതിൽ തടസ്സപ്പെടും. നിലവിൽ ഹോർമൂസ് കടലിടുക്കിലെ സംഘർഷങ്ങൾ കാരണം എണ്ണ വിതരണം തടസ്സപ്പെട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ റഷ്യൻ എണ്ണ കൂടി വിപണിയിൽ നിന്ന് കുറഞ്ഞാൽ ക്രൂഡ് ഓയിൽ വില ബാരലിന് $100 കടന്ന് $110 മുതൽ $120 വരെ ഉയർന്നേക്കാമെന്ന് കേരേജ് ചീഫ് റേറ്റിംഗ് ഓഫീസർ സജിൻ ഗുപ്ത ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എണ്ണവില $110 മുകളിലേക്ക് ഉയർന്നാൽ ഇന്ത്യയുടെ കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റ് മുൻവർഷത്തേക്കാൾ ഇരട്ടിയായി വർദ്ധിക്കും. മാത്രമല്ല, ക്രൂഡ് ഓയിൽ വില ഉയരുമ്പോൾ അത് പെട്രോൾ, ഡീസൽ വില വർധനവിലേക്ക് നയിക്കുകയും രാജ്യത്ത് പണപ്പെരുപ്പം വർദ്ധിച്ച് സാധാരണക്കാരന്റെ പോക്കറ്റിനെ നേരിട്ട് ബാധിക്കുകയും ചെയ്യും. BPCL, HPCL, IOCL പോലുള്ള എണ്ണ ശുദ്ധീകരണ കമ്പനികൾക്ക് ഇത് ലാഭവിഹിതത്തിൽ വൻ തകർച്ചയുണ്ടാക്കും. ഇതിനിടെ വെള്ളിയാഴ്ച രാത്രി പുറത്തുവന്ന അമേരിക്കൻ തൊഴിൽ ഡാറ്റയും വിപണി വിചാരിച്ചത്ര പ്രതീക്ഷ നൽകുന്നതല്ല. ജൂലൈ മാസത്തിൽ അമേരിക്കയിൽ പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നതിന് പകരം 23,000 തൊഴിലവസരങ്ങൾ കുറയുകയാണ് ഉണ്ടായിരിക്കുന്നത്. അമേരിക്കൻ സാമ്പത്തിക മേഖല നേരിടുന്ന ഈ മന്ദഗതി തിങ്കളാഴ്ച വിദേശ നിക്ഷേപകരുടെ പണമൊഴുക്കിനെ പ്രതികൂലമായി സ്വാധീനിച്ചേക്കാം. കഴിഞ്ഞ വെള്ളിയാഴ്ച വിപണി അടയ്ക്കുമ്പോൾ ഓഹരി സൂചികകൾ നഷ്ടത്തിലായിരുന്നു. ബോംബെ ഓഹരി സൂചികയായ സെൻസസ് 455 പോയിന്റ് ഇടിഞ്ഞ് 78,499-ലും നിഫ്റ്റി 65 പോയിന്റ് താഴ്ന്ന് 24,570-ലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. റിലയൻസ് ഓഹരികളിലെ സമ്മർദ്ദവും ക്രൂഡ് ഓയിൽ വില ബാരലിന് $80 മുകളിലേക്ക് ഉയർന്നതുമാണ് വിപണിയെ താഴേക്ക് വലിച്ചത്. ബാങ്കിംഗ് മേഖല പരിശോധിക്കുകയാണെങ്കിൽ രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 1ാം പാദത്തിൽ മിന്നുന്ന ലാഭം പുറത്തെടുത്തെങ്കിലും ICIC ബാങ്ക്, HDFC ബാങ്ക് എന്നിവയിലുണ്ടായ വിറ്റഴിക്കൽ ബാങ്ക് നിഫ്റ്റിയെ പിന്നോട്ട് വലിച്ചു. എന്നാൽ IT ഭീമനായ TCS 3.36% ഉയരുകയും ആഗോളതലത്തിൽ സിങ്ക് വില ഉയർന്നതിനെ തുടർന്ന് ഹിന്ദുസ്ഥാൻ സിങ്ക് നേട്ടമുണ്ടാക്കുകയും ചെയ്തത് IT, മെറ്റൽ മേഖലകളിൽ പ്രതീക്ഷ നിലനിർത്തുന്നുണ്ട്. തിങ്കളാഴ്ചത്തെ വിപണിയുടെ സാങ്കേതിക സൂചികകൾ പരിശോധിക്കുമ്പോൾ ദേശീയ ഓഹരി സൂചികയായ നിഫ്റ്റിക്ക് 24,380 മുതൽ 24,420 വരെയുള്ള ലെവലുകൾ ശക്തമായ സപ്പോർട്ടായി പ്രവർത്തിക്കും. വിപണി വീണ്ടും ശക്തമായി തിരിച്ചു കയറണമെങ്കിൽ 24,680, 24,720 എന്ന റെസിസ്റ്റൻസ് മറികടക്കേണ്ടതുണ്ട്. ബാങ്ക് നിഫ്റ്റിക്ക് 74,400, 75,500 ലെവലുകൾ വളരെ നിർണായകമാണ്. സെൻസസിന് 78,000, 78,200 റേഞ്ചിൽ സപ്പോർട്ടും 78,800 ലെവലിൽ റെസിസ്റ്റൻസും പ്രതീക്ഷിക്കാം. സാധാരണക്കാരായ റീറ്റെയിൽ നിക്ഷേപകരും SIP വഴി മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കുന്നവരും ഇത്തരം ആഗോള വാർത്തകൾ കണ്ട് പരിഭ്രാന്തരാകേണ്ടതില്ല. വിപണിയിലുണ്ടാകുന്ന താൽക്കാലിക ഇടിവുകളെ നിക്ഷേപത്തിനുള്ള അവസരമായി കണ്ട് ഒറ്റയടിക്ക് വൻതുക ഇറക്കാതെ സിപ്പ് ശൈലിയിൽ ഘട്ടം ഘട്ടമായി നിക്ഷേപം തുടരുന്നതാണ് ബുദ്ധിപൂർവമായ നീക്കം. പെട്ടെന്നുള്ള ലാഭം പ്രതീക്ഷിച്ച് ഇൻട്രാഡേ ട്രേഡിംഗ് നടത്തുന്നവർ കർശനമായ സ്റ്റോപ്പ് ലോസുകൾ സൂക്ഷിക്കുക.
വിപണിയിലെ കൂടുതൽ തത്സമയ സാമ്പത്തിക വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി മലയാളം ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ പൂർണ്ണമായും വിപണിയിലെ നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. ഏതെങ്കിലും പദ്ധതിയിൽ നിക്ഷേപിക്കുന്നതിന് മുൻപ് ഔദ്യോഗിക എൻറോൾമെന്റ് രേഖകൾ വായിച്ച് മനസ്സിലാക്കുകയും ഒരു സെബി രജിസ്റ്റേർഡ് ഫിനാൻഷ്യൽ അഡ്വൈസറുടെ ഉപദേശം തേടുകയും ചെയ്യണം.